ഈ കാസർഗോഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ ആക്ടർ ഇല്ലേ, രാജേഷ് മാധവൻ. പുള്ളി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത സിനിമയാണ് ഈ പറയുന്ന പെണ്ണും പോറാട്ടം എന്ന സിനിമ. ഇത് IFFK എനിക്ക് മിസ്സായി പോയ സിനിമയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇന്ന് തിയേറ്ററിൽ അത് പോയി കണ്ടത്. ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഞാൻ PVR ലുലു എടപ്പള്ളിയിലാണ് കണ്ടത്. അപ്പൊ ഈ മാനേജ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ദയവ് ചെയ്ത ഡോറൊന്നും തുറന്നില്ല. അല്ലാതെ 1:25 ഷോയ്ക്ക് 1:30 1:40 ആകുമ്പോഴേ കയറ്റണ്ടേ. ഈ കയറുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കുന്നത്, പെണ്ണും പൊറാട്ട സിനിമയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. ഇതിപ്പോ അത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മൾ കേട്ടത്. അപ്പൊ നമ്മുടെ ടൈമിന് ഇത്രയും കൂടി വാല്യൂ തന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട്. സിനിമ കണ്ടത് സ്ക്രീൻ ഫോൾ ആണ്. ഈ സിനിമയെ കുറിച്ച് പറയാം. സിനിമയുടെ IFFK ഒരുപാട് പ്രശംസ നേടിയൊരു സിനിമയാണ്. യൂഷ്വലി IFFK ഒരു സിനിമ കാണിക്കുമ്പോൾ എല്ലാവരും അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ ഇതൊരു പക്ക ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊരു ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള സിനിമയാണ്. വളരെ റോ ആയിട്ടാണ് ഈ സിനിമയിലെ കാര്യങ്ങൾ കാണിക്കുന്നത്. പാലക്കാടാണ് ബേസിക്കലി. അപ്പോ നമ്മൾ കണ്ണൂർ, ഇപ്പോ ഇപ്പൊ രതീഷ് ബാലകൃഷ്ണൻ പൊതുവായുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരു കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് ആ ഏരിയയിലൊക്കെയാണ് കഥ. അപ്പൊ ആ ഒരു സ്ലാങ്ങിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ആ സ്ലാങ്ങിന്റെ ഒരു രീതിയിൽ നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ചില കോമഡിയിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വേർബൽ ഹ്യൂമറും ഒരു വിഷ്വൽ ഹ്യൂമറും ഈ സിനിമ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. പെണ്ണും പൊറാട്ടും എന്ന സിനിമ കാണിക്കുന്നത് ഒരു പട്ടീനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ കാണിക്കുന്നത്. നാട്ടുകാരെല്ലാം കൂടി പട്ടിയെ പുറകെ പോകുന്നു, പട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുക, അതൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ സിനിമ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ പേ ഇല്ലാത്തൊരു പട്ടിയേക്കാൾ വിഷമാണ് ഈ സമൂഹത്തിലെ ചില മനുഷ്യരുടെ ചിന്താഗതി എന്നാണ് ഈ സിനിമയിൽ കാണിച്ചായിട്ട് എനിക്ക് തോന്നിയത്. ഇനി പലർക്കും പല പേഴ്സ്പെക്റ്റീവ് ഈ സിനിമ കാണുമ്പോൾ തോന്നും. അപ്പൊ അത്തരത്തിലുള്ള സെറ്റിംഗ് അത്രയും റോയും അത്രയും ഇതാണ്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിലുള്ള ചില ആളുകളുടെ മനസ്ഥിതികൾ, അവരുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ അതാണ് ഈ പട്ടിക്കില്ലാത്ത പേനേക്കാളും പേയാളിക്ക് മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് കാണിക്കുന്ന ആ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, വളരെ നൈസായിട്ട് അവർ കമ്പനിക്കാണ്. ഇവൻ പട്ടീനെ ട്രെയിൻ ചെയ്ത് ആരായാലും അയാൾക്കൊരു അവനൊരു അവാർഡ് കൊടുക്കണം എന്ന് മറ്റേ ജിം ജോസ് പറയുന്ന പോലെ ഒരു സാധനം കൊടുക്കണം അവന്, ചെയ്ത ആള് ആരായാലും. പിന്നെ സിനിമാറ്റോഗ്രാഫർ ചത്ത് പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് അവിടെ ഗിരീഷ് ഗംഗാധരൻ ജല്ലിക്കട്ടിലൊക്കെ ചെയ്തു വെക്കുന്ന ഒരു സംഭവം പോലെ തോന്നി. ഇതിൽ പകല് എടുക്കുന്ന ജെല്ലിക്കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. വളരെ നന്നായിട്ട് ആ ഒരു വളരെ എന്താണ് റോ ആയിട്ട് പച്ചയായിട്ട് പല സീനുകൾ കാണുമ്പോൾ ചിലപ്പോൾ അറപ്പൊക്കെ തോന്നിയേക്കാം. ചില ആളുകൾക്ക് ആ സീൻ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നേക്കാം. ഒന്ന് രണ്ട് ഷോട്ടുകൾ ഒരു സീനിൽ നടക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നേക്കാം. അപ്പൊ ആ ഒരു മനസ്ഥിതിയാണ്, അത് എന്തും വേണമെങ്കിൽ ഈ സിനിമയിൽ സംഭവിക്കാവുന്ന രീതിയിൽ ആ രീതിയിലുമാണ് സിനിമ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ സിനിമ കാണാൻ വളരെ കുറച്ച് പേരെ തിയേറ്ററിലുണ്ട്. എനിക്ക് തോന്നുന്നെങ്കിൽ ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ ആയിരിക്കപ്പെട്ട ആൾക്കാരായിരിക്കണം. സബിൻ ഉരുളിക്കണ്ടി എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ബോഡി റിഗ് ഒക്കെ കെട്ടിയിട്ടുള്ള ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ഈ സിനിമയ്ക്ക് ഒരുപാട് മറ്റേ പട്ടി ഓടുമ്പോൾ ഉള്ള സംഭവം, ട്രാക്കിംഗ് ഷോട്ടുകൾ ഒരുപാടുള്ള സിനിമയാണിത്. അയ്യോ, എനിക്ക് തോന്നുന്നു ആ ക്യാമറമാൻ ശരിക്കും പണിയെടുത്ത് പുള്ളിക്ക് വയ്യാണ്ടായി കാണാം. അതുപോലത്തെ ഉള്ള ഒരു സിനിമ. പട്ടിയുടെ പുറകെ ഇങ്ങനെ നമ്മളാ ഒരു സിനിമ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് തന്നെ എനിക്ക് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് അതുപോലെ ആ സിനിമ ഭയങ്കര ഇങ്ങനെ ഓവറായിട്ട് ആൾക്കാർ സംസാരിക്കണം, എക്സ്പ്രസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ആ ഒരു ലോകത്തോട്ട് ചെല്ലുമ്പോഴാണ് ശരിക്കും പെയ്യളകിയ മനുഷ്യന്മാർക്ക് പെയ്യളകിയ എങ്ങനെ ഉണ്ടാവും എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ നാത്താൻ കേസ് കോഡില് രാജേഷ് മാധവന്റെ കൂടെ ഉണ്ടായ നടി ഇതിന്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് ഇതിലാണ് പെണ്ണും പോരാട്ടത്തിലെ പെണ്ണായിട്ട് വന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ പെൺപിള്ളേർ നേരിടുന്ന എപ്പോഴും പെൺപിള്ളേർ എന്തുകൊണ്ട് ബ്ലെയിം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് വർക്ക് ആവുന്നുണ്ട്. അത് സിനിമയുടെ ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോ ശരിക്കും ഈ പേയളകിയ മനുഷ്യന്മാര് നേരെ തിരിയുന്നത് ഒരു പെണ്ണിലേക്കാണ്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് വളരെ ഒരു വളരെ നന്നായിട്ട് ആ ഒരു സിനിമയുടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് നല്ലപോലെ രാജേഷ് മാധവൻ ട്രോളുന്നുണ്ട്. രാജേഷ് മാധവൻ അത് റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി സെക്കൻഡ് ഹാഫിലായിരുന്നു. അപ്പൊ പുള്ളി ഹാഫ് ടൈം ആയപ്പോ ഞാൻ എത്തിയേ, എനിക്കിനി സ്ട്രാറ്റജിക് അനാലിസിസും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് മിക്കതും എല്ലാം പുതുമുഖങ്ങളാണ്, പുതിയ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ അവരുടെയൊക്കെ പേര് എന്ന് പറഞ്ഞാൽ ആശാൻ എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ട് പുള്ളി ഉണ്ട്. അത്യാവശ്യം മണ്ണൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേവേർട്ട് ടൈപ്പ് ക്യാരക്ടർ ചെയ്തിട്ട് ഒരു പുള്ളി ഉണ്ട്, കുമാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചി തുടക്കത്തിൽ ഇത്തിരി ഒരു ഓവർ ഡൂയിങ് ആയിട്ട് തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് അമ്മച്ചിയും ട്രാക്കിലോട്ടും സെക്കൻഡ് ഹാഫിൽ ഒരു വീടിന്റെ അകത്ത് ഒരു അടി നടക്കുന്ന സീൻ. ആ സമയം അറ്റ്മോസ് ഇങ്ങനെ കറങ്ങിയായിരുന്നു സംഭവം.
അടിപൊളിയായിരുന്ന സംഭവം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആരാ ചെയ്തത് എനിക്ക് ഓഡിയോ വിഷ്വൽ എന്തൊക്കെയായാലും സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത്തരം ഓവർ ദി ടോപ്പ് സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ചമൻ ചാക്കോ എഡിറ്റർ, ചമൻ ചാക്കോ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ലവണ്ണം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. ചമൻ ചാക്കോ ശരിക്കും അതായത് ചില കട്ട്സ് ഒക്കെ ഉണ്ട്, ചില മാച്ച് കട്ട്സ്, ഒയ്യോ ചില ഈ പട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു ക്യാമറ ആംഗിൾ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആ പോയിന്റ് ഓഫ് വ്യൂ സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു എഡിറ്റിങ്ങും ഇപ്പോ പട്ടി എന്താണ് നമ്മൾ അങ്ങോട്ട് ചീത്ത പറഞ്ഞ പട്ടി ഏത് രീതിയിലാണ് പെർസീവ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളും ഉണ്ടല്ലോ, ആ ഒരു മോഡുലേഷൻ, ആ ഒരു സൗണ്ടിന്റെ ഒരു എഡിറ്റിങ്, അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് എന്തായാലും ഈ സിനിമ അത്യാവശ്യം വർക്കാണ്. പക്ഷെ തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് എന്താണ് നടക്കുന്നത്, വാട്ട്സ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ എന്തൊരു മെസ്സാണ്, അല്ലെങ്കിൽ ആദ്യമുള്ള ഇറങ്ങി വന്ന സമയത്തുള്ള കോമഡി ഒന്നും അത്ര കണക്ട് ഇല്ല. പിന്നീട് നമ്മൾ ഈ ഒരു സംഭവമായിട്ട് ഈ ഒരു നാട് പട്ടണം എന്ന ഗ്രാമത്തിലാണ് എന്റെ കഥ നടക്കണത്. ആ ഒരു ആൾക്കാരും അതായത് നമ്മളെ പല നാട്ടിൻപുറത്തൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ പലദൂഷണം പറയുന്നവരുണ്ടാവും, പ്രശ്നം വരുമ്പോൾ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടുള്ളൂ, അതുപോലത്തെ ഇപ്പൊ പ്രശ്നം വഷളാക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് തമ്മിത്തല്ല് അടി അതെല്ലാം ആ ഒരു പെയ്യളിക മനുഷ്യന്മാർക്ക് പെയ്യളിക എങ്ങനെ ഉണ്ടാവും എന്നുള്ള സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ പടം IFFK സെലക്ട് ആയി എന്നുള്ള കാര്യം ഈ സിനിമ നമുക്ക് കാണാൻ മനസ്സിലായി. പക്ഷെ എന്തെന്നാൽ കൂടി നല്ല എന്റർടൈനിങ് ആയുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ആ ഒരു മേക്കിംഗ്, ക്യാമറമാൻ ശരിക്കും ചത്ത് പണിയെടുത്തിട്ടുണ്ട്. അയ്യോ അയാള് ശരിക്കും എന്റെ പൊന്നോ അടിപൊളി ക്യാമറമാർക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഇനി കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ.